ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു ലേറ്റസ്റ്റ് ടോക്ക് PSC. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നുള്ള ശിലകൾ അഥവാ റോക്സ് എന്നുള്ള ഭാഗം. ഇതിപ്പോ ഏത് ലെവൽ എക്സാംസിനും ഇപ്പം എല്ലാ ലെവൽ എക്സാംസിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ റോക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു ഭാഗത്തെ പറ്റി കൂടുതലായിട്ട് പഠിക്കാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നതിന് മുന്നേ, അതായത് റോക്സിലോട്ടേക്ക് കൂടുതൽ പോകുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഒരു ടേം ആണ് പെട്രോളജി എന്ന് പറയുന്നത്. എന്താണ് പെട്രോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സ്റ്റഡി ഓഫ് റോക്സ് ആണ് അല്ലെ. അതായത് ശിലകളെ പറ്റിയിട്ട്, റോക്സിനെ പറ്റിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിനെയാണ് നമ്മൾ പെട്രോളജി എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഫുള്ള് റോക്ക് കൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ലെ. അപ്പൊ ഈ ഒരു നമ്മുടെ ക്രസ്റ്റ് ഒക്കെ റോക്ക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം റോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? റോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലധികമോ മിനറൽസിന്റെ ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് പറയുന്നത്, റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബേസിക്കലി റോക്സ് എന്ന് വെച്ചാൽ ഒന്നിലധികമോ മിനറൽസ് അടങ്ങിയതാണെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ റോക്സ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് റോക്സ് നമ്മൾ കാണാറുണ്ട് അല്ലെ. ഇപ്പം പാറകൾ എന്ന് പറയുമ്പോൾ കട്ടിയുള്ള പാറകൾ കാണാം, അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള റോക്സ് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് റോക്സ് നമുക്ക് കാണാറുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ റോക്സിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, അങ്ങനെ കൂടുതലായിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ റോക്സിനെ പ്രധാനമായിട്ടും അത് എവിടെ രൂപം കൊണ്ടു, അല്ലെങ്കിൽ അതിന്റെ രൂപം കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റോക്സിനെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഇഗ്നിയസ് റോക്ക്, ഓക്കെ, ഒന്ന് ഇഗ്നിയസ് റോക്ക്, രണ്ടാമത്തത് സെഡിമെന്ററി റോക്ക്, മൂന്നാമത്തത് മെറ്റാമോർഫിക് റോക്ക്, ഓക്കെ, അല്ലെങ്കിൽ കായാന്തരിത ശിലകൾ. അപ്പൊ എന്താണ് ഇഗ്നിയസ് റോക്ക് അഥവാ ആഗ്നേയ ശിലകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്കറിയാം ഭൂമിയുടെ ഉള്ളിൽ നമ്മൾ എർത്തിന്റെ ക്രസ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ, നമുക്ക് എർത്തിന്റെ ഇന്റീരിയറിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഭൂമിയുടെ ഉള്ളിലോട്ടേക്ക് പോകുമ്പോൾ ഉള്ളിൽ എന്തുണ്ട്, മാഗ്മയുണ്ട് അല്ലെ. അപ്പൊ ഈ മാഗ്മ പുറത്തോട്ടേക്ക് വരുമ്പോൾ എന്താവും, ലാവയാകും. സോ ഇത് തണുത്തത്, അതായത് ഭൂമിക്കുള്ളിൽ നിന്നും വരുന്ന മാഗ്മ ഭൂമിയുടെ പുറത്തോ അല്ലെങ്കിൽ ഭൂമിക്ക് ഉള്ളിലോ വെച്ചിട്ട് തണുത്തുറഞ്ഞിട്ട്, ഓക്കെ, തണുത്തുറഞ്ഞുണ്ടാകുന്ന റോക്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആഗ്നേയ ശിലകൾ അഥവാ ഇഗ്നിയസ് റോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും സെഡിമെന്ററി റോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു റോക്കിനെ എന്ത് ചെയ്യുന്നു, ആ റോക്ക് എന്തെങ്കിലുമൊക്കെ അപക്ഷയമൊക്കെ സംഭവിച്ചിട്ട് ആ റോക്സ് ചെറുതായിട്ട് പൊട്ടിപ്പൊടിഞ്ഞു പോയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പൊടിഞ്ഞു വന്നു, അല്ലെങ്കിൽ എന്താണ് കഷ്ണങ്ങളായിട്ടൊക്കെ വന്നെന്ന് വിചാരിക്കുക. അങ്ങനെ പൊടിഞ്ഞു വരുന്ന സമയത്ത് അതിന്റെ അവശിഷ്ടങ്ങൾ അല്ലെ, അതിന്റെ ഇങ്ങനെ എന്താ പറയാ, സെഡിമെന്റ്സ് ഒക്കെ വരുമല്ലോ. ആ സെഡിമെന്റ്സും അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് രൂപം കൊണ്ടുണ്ടാകുന്ന റോക്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ കായാന്തരിത ശിലകൾ അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഓൾറെഡി ഇരിക്കുന്ന റോക്സ് ഉണ്ടല്ലോ, ഈ റോക്സിന് എന്തെങ്കിലുമൊക്കെ രൂപമാറ്റം സംഭവിക്കുക, അല്ലെങ്കിൽ റീക്രിസ്റ്റലൈസേഷൻ വഴി രൂപമാറ്റമൊക്കെ സംഭവിച്ചുണ്ടാക്കുന്ന റോക്കാണ് ഇതെന്ന് പറയുന്നത് മെറ്റാമോർഫിക് റോക്ക് അഥവാ കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. നമ്മൾ ഓരോന്നിനും എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആഗ്നേയ ശിലകളാണ്. ആഗ്നേയ ശിലകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളും വന്നിട്ടുള്ളത്. സോ എന്തുകൊണ്ടാണ് ആഗ്നേയ ശിലകൾ ഇത്ര ഇമ്പോർട്ടന്റ് ആയെന്നറിയോ? ആഗ്നേയ ശിലകളെ തന്നെയാണ് നമ്മൾ പ്രൈമറി റോക്സ് എന്ന് വിളിക്കുന്നത്, പാരന്റ് റോക്ക് എന്ന് വിളിക്കുന്നത്, മാതൃശില, പിതൃശില, അങ്ങനെയൊക്കെ വിളിക്കുന്നത് ഏത് റോക്കിനെയാണ്, ആഗ്നേയ റോക്കിനെയാണ്, അല്ലെങ്കിൽ ആഗ്നേയ ശിലകളെയാണ്, ഇഗ്നിയസ് റോക്കിനെയാണ്. നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതും ഏതാണ്, ആഗ്നേയ ശിലകളാണ് കേട്ടോ. അപ്പം ഈ എന്തുകൊണ്ടാണ് ഇതിനെ പ്രാഥമിക ശിലകൾ എന്ന് വിളിക്കുന്നതെന്ന് അറിയോ? അല്ലെങ്കിൽ ഇതിനെ ഒറിജിനൽ റോക്സ് എന്ന് ഇതിനെ വിളിക്കാനുള്ള റീസൺ ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു ഇഗ്നിയസ് റോക്കിൽ നിന്നാണ് ബാക്കി റോക്കുകളെല്ലാം രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഒറിജിനൽ റോക്സ്, ആദിമ ശിലകൾ, പ്രാഥമിക ശിലകൾ, അടിസ്ഥാന ശിലകൾ എന്നൊക്കെ നമ്മൾ എന്തിനെ വിളിക്കും, ഈ ഇഗ്നിയസ് റോക്കിനെ വിളിക്കും. ഓക്കെ, അതുപോലെ ശിലകളുടെ മാതാവ്, പിതൃശില, എന്താണ് മാതൃശില, അങ്ങനെ പല പേരിൽ എന്തറിയപ്പെടാറുണ്ട്, ഈ നമ്മുടെ ഇഗ്നിയസ് റോക്ക് അറിയപ്പെടാറുണ്ട്. ഇതിനെ അഗ്നിപർവ്വത ജന്യശിലകൾ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാവണേ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അവിടെ ഇഗ്നിയസ് റോക്കിന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഞാൻ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. നോക്കിക്കേ, ഗ്രാനൈറ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഗ്രാനൈറ്റ്, ഗ്യാബ്രോ ഒക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്, അതൊക്കെ ഈ ഒരു ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇഗ്നിയസ് റോക്കിന്റെ മറ്റൊരു പ്രത്യേകത എന്താ, ഓരോ റോക്സിന്റെയും ഫീച്ചേഴ്സ്, അതിന്റെ പ്രത്യേകതകളാണ് നിങ്ങൾ ഈ ഒരു സെഷനിൽ നന്നായിട്ട് പഠിച്ചു വെക്കുന്നത്. അപ്പൊ ഇഗ്നിയസ് റോക്കിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ, ഇതിൽ ഒരുപാട് ലോഹ അയിരുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലെ. ഓൾസ് നമുക്ക് ധാരാളമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, ഈ ശിലകളിൽ എന്തില്ല, ഫോസിലുകൾ ഇല്ല. ഓക്കെ, അപ്പൊ ഇഗ്നിയസ് റോക്കിൽ എന്തില്ല, ഫോസിലുകൾ ഇല്ല എന്ന്
മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇത് നമുക്ക് വൻകരകൾ നമുക്ക് ഭൂവൽക്കം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണുള്ളത്. ക്രസ്റ്റ് രണ്ടെണ്ണാണുള്ളത്. കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ട്, ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട്. സോ കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണെങ്കിലും ഓഷ്യാനിക് ക്രസ്റ്റ് ആണെങ്കിലും എന്തുകൊണ്ട് നിർമ്മിതമാണ്? നമ്മുടെ ഇഗ്നിയസ് റോക്കും കൊണ്ട് നിർമ്മിതമാണ്. ഇപ്പൊ നമുക്ക് കോണ്ടിനെന്റൽ ക്രസ്റ്റ് എടുക്കാം. കോണ്ടിനെന്റൽ ക്രസ്റ്റിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഇഗ്നിയസ് റോക്ക് ഏതാ? അത് ഗ്രാനൈറ്റ് ആണ്. ഓക്കെ, ഗ്രാനൈറ്റ് ആണ്. ഇനി ഓഷ്യാനിക് ക്രസ്റ്റിലാണെങ്കിലോ, ഓഷ്യാനിക് ക്രസ്റ്റിൽ നമ്മൾ എന്താ കാണുന്നത്? ബസാൾട്ടിക് റോക്കുകളാണ്. ധാരാളമായിട്ട് നമുക്ക് ബസാൾട്ടിക് റോക്കുകളെ കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇഗ്നിയസ് റോക്കും ഇഗ്നിയസ് റോക്കിനെ പറ്റി നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിട്ട് പോകുന്നു. ഇഗ്നിയസ് റോക്ക് എങ്ങനെയാണ് ഇഗ്നിയസ് റോക്ക് എന്ന പേര് വന്നത്, ആഗ്നേയ ശിലകൾ എന്ന പേര് വന്നതെന്ന് അറിയാമോ? ഇത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഇഗ്നീസ് എന്ന വാക്കിൽ നിന്നാണ് ഈ ഒരു ഇഗ്നിയസ് റോക്ക് എന്നുള്ള ഈ ഒരു പേര് വന്നിരിക്കുന്നത്. ഈ ഇഗ്നീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? അഗ്നി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്കിനി എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ലാവേന്റെയും മാഗ്മയുടെയും ഒരു ഡിഫറൻസ് നോക്കിയാലോ. അതായത് നമുക്കറിയാം ഭൂമിയുടെ ഉള്ളിൽ എന്തുണ്ട്? ഭൂമിയുടെ ഉള്ളില് മാഗ്മ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. അതായത് ശിലാദ്രവത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാഗ്മ എന്ന് വിളിക്കുന്നത്. സോ ഈ മാഗ്മ ഭൂമിക്കുള്ളിൽ നിന്നും പുറത്തെത്തുമ്പോൾ, ഓക്കെ, ഭൂമിയുടെ ഉള്ളിൽ വെച്ചിട്ട് അതിനെ നമ്മൾ മാഗ്മ എന്ന് വിളിക്കും. ഭൂമിയുടെ ഭൗമോപരിതലത്തിൽ, അതായത് എർത്തിന്റെ സർഫേസിൽ എത്തുമ്പോൾ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ലാവ എന്ന് വിളിക്കും. ഓക്കെ, ഭൂമിയുടെ ഉള്ളിൽ ഈ ഒരു ശിലാദ്രവം ഇരിക്കുന്ന കാലത്തോളം അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? മാഗ്മ എന്നാണ്. എർത്തിന്റെ സർഫേസിലോട്ടേക്ക് പോകുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ലാവ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കേ, ഇതിപ്പോ എർത്തിന്റെ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? മാഗ്മയുണ്ട്. ഈ മാഗ്മ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ എർത്തിന്റെ സർഫേസിലോട്ടേക്ക് വരാറുണ്ട് അല്ലെ. ഇങ്ങനെ സർഫേസിലോട്ടേക്ക് പോകുന്ന വഴി, അല്ലെങ്കിൽ പോകുന്ന വഴിക്കോ എവിടെയെങ്കിലും വെച്ചിട്ട് ഈ മാഗ്മ എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോൾ ചൂടുള്ളതാണ് മാഗ്മ എന്ന് നമുക്കറിയാലോ. ഇത് ചിലപ്പോൾ തണുത്തുറഞ്ഞു പോകും അല്ലെ, സോൾഡിഫൈഡ് ആകും. അങ്ങനെ സോൾഡിഫൈഡ് ആകുമ്പോൾ, തണുത്തുറഞ്ഞു പോകുമ്പോൾ അതെന്തായിട്ട് മാറും? അങ്ങനെ തണുത്തുറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതിനെയാണ് നമ്മൾ ആഗ്നേയ ശിലകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് വേണമെങ്കിൽ എവിടെ വെച്ച് സംഭവിക്കാം? ഭൂമിയുടെ ഉള്ളിൽ വെച്ചും സംഭവിക്കാം. ഭൂമിയുടെ ഉള്ളിൽ വെച്ചും അത് തണുത്തുറയാം. ഇനി ഭൂമിയുടെ സർഫേസിൽ എത്തിയിട്ട് പുറത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു സോൾഡിഫിക്കേഷൻ, ഈ ഒരു ഘനീഭവിക്കൽ സംഭവിക്കാം. ഓക്കെ, അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ആഗ്നേയ ശിലകളെ, ഇഗ്നിയസ് റോക്കിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. അതായത് എവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഇഗ്നിയസ് റോക്ക് എവിടെ വെച്ചിട്ടാണ് ഉണ്ടാകുന്നത്, എവിടെ വെച്ചാണ് രൂപം കൊള്ളുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ഇതിനെ പ്രധാനമായിട്ടും പ്ലൂട്ടോണിക് റോക്കുകൾ എന്നും വോൾക്കാനിക് റോക്കുകൾ എന്നും ക്ലാസിഫൈ ചെയ്യും. അല്ലെങ്കിൽ വേറെ പേര് പറഞ്ഞാൽ അന്തർജാത ശിലകൾ എന്നും ബാഹ്യജാത ശിലകൾ എന്നും ക്ലാസിഫൈ ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് പ്ലൂട്ടോണിക് റോക്സ് എന്നും എന്താണ് വോൾക്കാനിക് റോക്സ് എന്നും നോക്കാം. പ്ലൂട്ടോണിക് റോക്സിന്റെ മറ്റൊരു പേരെന്താ? പ്ലൂട്ടോണിക് റോക്കിന്റെ മറ്റൊരു പേരാണ് അന്തർജാത ശിലകൾ. അന്തർജാത ശിലകൾ എന്ന് പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും അന്തർജാത ശിലകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റിന്റെ ആഴമുള്ള ഭാഗങ്ങളിൽ രൂപം കൊള്ളുന്ന ഇഗ്നിയസ് റോക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്ലൂട്ടോണിക് റോക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് താഴെയായിരിക്കും രൂപം കൊള്ളുന്നത് അല്ലെ, കുറച്ച് താഴെയായിരിക്കും രൂപം കൊള്ളുന്നത്. അന്തർജാത ശിലകൾ എന്നല്ലേ പറയുന്നത്. അപ്പൊ ക്രസ്റ്റിന്റെ കുറച്ച് ഉള്ളിലായിട്ട് രൂപം കൊള്ളുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ലാവ തണുത്തുറയുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? അന്തർജാത ശിലകൾ അല്ലെങ്കിൽ പ്ലൂട്ടോണിക് റോക്കുകൾ എന്നൊക്കെ വിളിക്കാം. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? ഇൻട്രൂസീവ് റോക്സ് അല്ലെങ്കിൽ പ്ലൂട്ടോണിക് റോക്സ് എന്നൊക്കെ നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തില് അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ പ്ലൂട്ടോണിക് റോക്സ് എന്ന് പറയുന്നത്. ഇനി എന്തായിരിക്കും വോൾക്കാനിക് റോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഉള്ളിൽ രൂപം കൊണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇനി സർഫേസിലാണ് രൂപം കൊള്ളുന്നതെങ്കിൽ അല്ലെ, ഭൂമിയുടെ ഉപരിതലത്തിലാണ് ഇത് വന്ന് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നതെങ്കിൽ അത്തരം റോക്കുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? വോൾക്കാനിക് റോക്സ് അഥവാ ബാഹ്യജാത ശിലകൾ, പുറത്തു വരുന്ന ശിലകൾ അല്ലെ. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? വോൾക്കാനിക് റോക്സ് എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരെന്താ? എക്സ്ട്രൂസീവ് റോക്സ് എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്? ബസാൾട്ട്. ഓക്കെ, ബസാൾട്ട് എന്ന് പറയുന്നത്. ഈ ബസാൾട്ടിന്റെ പ്രത്യേകതയുണ്ട്. ഈ ബസാൾട്ട് റോക്ക് എന്ത് ചെയ്യും? ബസാൾട്ട് റോക്കിന് പല രീതിയിലുള്ള അപക്ഷയം സംഭവിക്കുമ്പോൾ ഈ ബസാൾട്ട് റോക്ക് എന്ത് ചെയ്യും? അത് പൊടിഞ്ഞു പോകും. അങ്ങനെ ഈ ബസാൾട്ട് റോക്ക് അപക്ഷയം സംഭവിച്ച് പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റീഗർ സോയിൽ അഥവാ
കറുത്ത മണ്ണ്. ഈ കറുത്ത മണ്ണ്, ഈ റീഗൽ സോയിലിനെ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പരുത്തി മണ്ണ് എന്ന് വിളിക്കുന്നത്. കാരണം എന്താ? ഈ കറുത്ത മണ്ണ് എന്തിനു നല്ലതാണ്? അത് പരുത്തി കൃഷിക്ക്, കോട്ടൺ കൾട്ടിവേഷന് നല്ലതാണ്. സോ നമ്മൾ അതിനെ പരുത്തി മണ്ണ്, കറുത്ത മണ്ണ്, റീഗൽ സോയിൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതൊക്കെ എവിടെയാ ഫോം ചെയ്യുന്നത്? ഇതെല്ലാം ഭൂമിയുടെ സർഫേസിൽ അതായത് ഇതെല്ലാം ഏത് ടൈപ്പ് റോക്കിന് എക്സാമ്പിൾ ആണ്? വോൾക്കാനിക് റോക്കിന് എക്സാമ്പിൾ ആണ്. ബസാൾട്ടിക് റോക്കിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? പരുത്തി മണ്ണ് ഫോം ചെയ്യുന്നത്. സോ ഇന്ത്യയിലെ ബസാൾട്ടിക് റോക്കുകൾ നമുക്ക് ധാരാളമായിട്ട് ബസാൾട്ടിക് റോക്കുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് എവിടെയാണ്? ഡക്കാൻ ട്രാപ്പിന്റെ ഭാഗത്തൊക്കെ നമുക്ക് ബസാൾട്ടിക് കാണാൻ വേണ്ടി സാധിക്കും അല്ലെ. സോ നമുക്ക് അതുകൊണ്ടാണ് നമ്മുടെ കോട്ടൺ കൾട്ടിവേഷൻ ധാരാളമായിട്ട് ഇന്ത്യയുടെ വെസ്റ്റേൺ സൈഡിലുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത് തന്നെ എന്താണ്? നമ്മുടെ ഏത് സിറ്റിയാണ് കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത്? മുംബൈ ആണ് അല്ലെ. സോ എന്തുകൊണ്ടാണ് അവിടെ കോട്ടൺ അത്രയും ഇമ്പോർട്ടൻസ് വന്നത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഇവിടെ ഇപ്പൊ നമ്മൾ പഠിച്ച റോക്സിന് പുറമെ നമ്മൾ പഠിക്കേണ്ട ഒരു റോക്സ് ആണ് ഹൈപ്പർബിസൽ റോക്സ്. ഓക്കെ, ഹൈപ്പർബിസൽ റോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അതും ഈ ഒരു ഇഗ്നിയസ് റോക്കിന്റെ ഉള്ളിൽ വരുന്ന ഒരു തരം ശിലയാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം നമ്മൾ ആദ്യം പഠിച്ച റോക്കില്ലേ, പ്ലൂട്ടോണിക് റോക്ക്. ഓക്കെ, പ്ലൂട്ടോണിക് റോക്ക് എവിടെയാ ഫോം ചെയ്യുന്നത്? കുറച്ച് താഴെയായിട്ട് അല്ലെ, നമ്മുടെ എർത്തിന്റെ ഉൾഭാഗത്തായിട്ട് ഫോം ചെയ്യും, കുറച്ച് ആഴ്ഭാഗത്തായിട്ട് ഫോം ചെയ്യുമെന്ന് പഠിച്ചു. ഇനി നമ്മുടെ രണ്ടാമത് പഠിച്ച റോക്ക് വോൾക്കാനിക് റോക്സ് ആണ്. അതെവിടെ ഫോം ചെയ്യുന്നു? നമ്മുടെ എർത്തിന്റെ സർഫേസിൽ ഫോം ചെയ്യുന്നു. സോ ഇതിന്റെ ഇടയിലായിട്ട്, അതായത് ഈ രണ്ടെണ്ണത്തിന് ഇടയിലായിട്ട് വരുന്ന റോക്സ് ആണ് ഏതെന്ന് പറയുന്നത്? ഹൈപ്പർബിസൽ റോക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എർത്തിന്റെ സർഫേസിന് താഴെയായിട്ടും എന്നാൽ പ്ലൂട്ടോണിക് റോക്സിന്റെ മുകളിലായിട്ടുമാണ് എന്ത് ഫോം ചെയ്യുന്നത്? പ്ലൂട്ടോണിക് റോക്സിന്റെ മുകളിലായിട്ടുമാണ് ഈ ഒരു ഹൈപ്പർബിസൽ റോക്സ് ഫോം ചെയ്യുന്നതെന്ന് പഠിക്കുക. അപ്പൊ ഇത് എന്ത് റോക്കാണ്? ഇതിനെ നമുക്ക് വേറെ റോക്ക് എന്നും വിളിക്കാം, ഇന്റർമീഡിയറ്റ് റോക്സ് എന്നും നമുക്ക് എന്തിനെ വിളിക്കാം? ഇത്തരത്തിലുള്ള ഹൈപ്പർബിസൽ റോക്സുകളെ ഇന്റർമീഡിയറ്റ് റോക്സ് എന്നും വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്തിന്റെ രീതിയിലാണ് ഈ റോക്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? നമ്മൾ ഈ ഇഗ്നിയസ് റോക്ക് എവിടെ രൂപം കൊള്ളുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളിപ്പോ രണ്ട് ക്ലാസിഫിക്കേഷൻ പഠിച്ചത്. ഏതൊക്കെയാണ്? ഈ പ്ലൂട്ടോണിക് റോക്സും അതുപോലെ തന്നെ വോൾക്കാനിക് റോക്സും. മലയാളത്തിലാണെങ്കിൽ അന്തർജാത ശിലകളും ബാഹ്യജാത ശിലകളും. ഇനി നമുക്ക് ഇതിന്റെ ടെക്സ്ചർ, അതായത് എല്ലാ റോക്സിനും പല രീതിയിലുള്ള ടെക്സ്ചർ ഉണ്ട് അല്ലെ. അപ്പൊ ടെക്സ്ചറിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഇതിന്റെ ഉള്ളിലെ കണികകളുടെ ഗുണങ്ങൾ, ക്വാളിറ്റി, അതിന്റെ ക്രമീകരണം എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിലെ പദാർത്ഥങ്ങളുടെ അവസ്ഥകൾ എങ്ങനെയാണ്, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ എന്താ പറയാ, അതിന്റെ ടെക്സ്ചറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് വീണ്ടും റോക്സിനെ ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്നാണ് ഫാൻറിറ്റിക് റോക്സ്. ഓക്കെ, ഫാൻറിറ്റിക് റോക്സ് എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്കറിയാം നമുക്കറിയാം റോക്സിന്റെ ഉള്ളിൽ മിനറൽസ് ഉണ്ട് അല്ലെ. റോക്സ് എന്ന് പറഞ്ഞാൽ മിനറൽസിന്റെ മിക്സ്ചർ ആണ് റോക്സ് എന്ന് നമ്മൾ ആദ്യം പഠിച്ചിരുന്നു. സോ ഇതിലുള്ള ഓരോ മിനറൽസും എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കണ്ണും കൊണ്ട്, അതായത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്ന് കരുതാം. നമുക്കത് കണ്ട് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്ന് കരുതാം. അതായത് അതിന്റെ ഉള്ളിലുള്ള തരികളുടെ വലിപ്പം, കാര്യങ്ങളെല്ലാം, അതായത് അതിന്റെ ഉള്ളിലെ മിനറൽസും കാര്യങ്ങളും അതിന്റെ തരികളൊക്കെ അത്യാവശ്യം വലിപ്പമുള്ളതായിരിക്കും. നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്കത് കണ്ടാൽ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. സോ അത്തരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ടൈപ്പാണ് ഏതെന്ന് പറയുന്നത്? ഫാൻറിറ്റിക് റോക്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഗ്രാനൈറ്റിന്റെ പിക്ചർ നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ വേണ്ടി സാധിക്കും? അതിന്റെ ഉള്ളിലെ ഓരോ മിനറൽ കോമ്പോസിഷൻസും മറ്റും നിങ്ങൾക്ക് അവിടെ അതിൻ്റെ ഉള്ളിലെ തരികൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തതാണ് അഫിനെറ്റിക് റോക്സ്. അഫിനെറ്റിക് റോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതിന്റെ ഉള്ളിലെ ഈ ഒരു ധാതു തരികളെ നമുക്ക് നേരിട്ട് നോക്കിയാൽ, കണ്ണും കൊണ്ട് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അത് ഭയങ്കര ചെറുതായിരിക്കും, നമുക്ക് തിരിച്ചറിയാൻ, ഡയറക്റ്റ് നമ്മൾ കണ്ണും കൊണ്ട് നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല. അത്രയും കുഞ്ഞു തരികളായിരിക്കും. അപ്പൊ ആ രീതിയിലാണ് ടെക്സ്ചറുകൾ വരുന്നതെങ്കിൽ അതിന് നമ്മൾ അഫിനെറ്റിക് റോക്സ് എന്ന് വിളിക്കും. എക്സാമ്പിൾ ആണ് ബസാൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതാണ് ബസാൾട്ട്. സോ ഫാനറിറ്റിക് റോക്സും അഫിനെറ്റിക് റോക്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ അത് നമ്മൾ എന്തിന്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അതായത് ടെക്സ്ചറിന്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ശിലകളുടെ റോക്സിന്റെ ടെക്സ്ചർ നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ വലിപ്പമെങ്കിൽ അത്തരം റോക്സുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? അത്തരം റോക്സുകളെ ഫാനറിറ്റിക് റോക്സ് എന്നും, നമുക്കത് കാണാൻ പറ്റണില്ല എങ്കിൽ നമ്മൾ അതിനെ അഫിനെറ്റിക് റോക്സ് എന്നും വിളിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ മിനറൽ കോമ്പോസിഷൻസ് ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ രാസഘടനയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ 4 രീതിയിലാണ് നമ്മൾ റോക്സുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതെല്ലാം ഇഗ്നിയസ് റോക്കിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. അപ്പൊ അത് ഏതൊക്കെയാണ്? ഫെൽസിക് ആഗ്നേയശിലകൾ, അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് ആഗ്നേയശിലകൾ, അതുപോലെ തന്നെ
ഇങ്ങനെ പല രീതിയിലുള്ള ആഗ്നേയശിലകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ 4 ക്ലാസിഫിക്കേഷനും കൂടി വരുന്നുണ്ട്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് വിട്ടേക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടേക്കുക. അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിലും നിങ്ങളൊന്ന് നോക്കിപ്പോയേക്കുക. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കുന്ന 2-3 കാര്യങ്ങൾ എന്താ ഇഗ്നിയസ് റോക്കിന്റെ പ്രത്യേകതകൾ പഠിച്ചു വെക്കുക. എന്താ, ഫോസിലുകൾ കാണപ്പെടുന്നില്ല, പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ ഇത് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പഠിച്ചില്ലേ, ആ ക്ലാസിഫിക്കേഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. പ്ലൂട്ടോണിക് റോക്സ് എന്താണ്, വോൾക്കാനിക് റോക്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. പിന്നെ പഠിക്കേണ്ടത് ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഓരോ റോക്സിന്റെയും എക്സാമ്പിൾസ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ്, ഗാബ്രോ, റയോലൈറ്റ്, പെഗ്മറൈറ്റ്, ഇതൊക്കെ എന്താണ്, ഇതെല്ലാം നമ്മുടെ ഇഗ്നിയസ് റോക്സിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ അതിൽ കുറച്ച് എക്സാമ്പിൾസ് എന്ത് ചെയ്യാൻ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇഗ്നിയസ് റോക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് റോക്സിലോട്ടേക്ക് പോകുന്നു. അതാണ് സെഡിമെന്ററി റോക്സ് അല്ലെങ്കിൽ അവസാദ ശിലകൾ എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് മടക്ക് ശിലകൾ എന്നല്ലേ. അപ്പൊ എന്താണ് സെഡിമെന്ററി റോക്സ് എന്ന് നോക്കിയാലോ, നമ്മുടെ എർത്തിന്റെ സർഫേസിൽ വിവിധ രീതിയിലുള്ള അപക്ഷയ അപരദന പ്രക്രിയകൾ നടക്കുന്നുണ്ട് അല്ലെ. എന്താണ് അപക്ഷയ അപരദന പ്രക്രിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറോഷണൽ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്, വെതറിങ് നടക്കുന്നുണ്ട് അല്ലെ. ഇറോഷൻ നടക്കാന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ ഒരു സാധനം, ഇപ്പൊ ഒരു പാറയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതിപ്പോ ഒരു പാറ, ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെള്ളം വീഴുകയാണെന്ന് വിചാരിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വെള്ളം വീണ് 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 കുറേ നാൾ കഴിയുമ്പോൾ എന്താകും, ഇതിങ്ങനെ തേയും അല്ലെ. ഇതിങ്ങനെ തേഞ്ഞ് 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 തീരാൻ വേണ്ടി തുടങ്ങും. അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം, അത് നമുക്ക് ഇറോഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി നമുക്ക് അപക്ഷയം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഈ ഒരു റോക്ക് എന്ത് ചെയ്യുന്നു, പല പ്രക്രിയകൾ കാരണം ഇത് ചിലപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പൊട്ടിപ്പൊടിഞ്ഞ് വീഴാം, സ്പ്ലിറ്റ് ആയിട്ട് വരാം. അപ്പൊ അതിനെയൊക്കെ നമുക്ക് അപക്ഷയം എന്ന് പറയാം അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള അപക്ഷയ പ്രവർത്തനങ്ങളുടെയും അതുപോലെ തന്നെ ഇറോഷണൽ ആക്ടിവിറ്റീസിന്റെ ഒക്കെ ഫലമായിട്ട് നമ്മുടെ റോക്സുകൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ സർഫേസിലെ റോക്സുകൾ എന്തായിട്ടുണ്ട്, ചെറിയ ചെറിയ തരികളായിട്ട് മാറാറുണ്ട്, സെഡിമെന്റ്സ് ആയിട്ട് മാറാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ രൂപം കൊള്ളുന്നവയാണ്, ആ സെഡിമെന്റ്സിന്റെ അവശിഷ്ടങ്ങൾ രൂപപ്പെടുന്നവയാണ് സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ ഒരു അപക്ഷയ അപരദന പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതായത് ഇത് പല പ്രോസസ്സിൽ കൂടിയാണ് നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ റണ്ണിങ് വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഒഴുകുന്ന വെള്ളം ഉദ്ദേശിക്കുന്നത് നദികളൊക്കെയാണ്. നദികൾ, ഹിമാനികൾ, തിരമാലകൾ, ഇവയുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് എന്തുണ്ടാകാം, ഇവയുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് എന്തുണ്ടായ അപരദനവും അപക്ഷയൊക്കെ സംഭവിക്കാം. അതിന്റെ ഫലമായിട്ട് എന്ത് രൂപം കൊള്ളാം, അവസാദ ശിലകൾ രൂപം കൊള്ളാം, അല്ലെങ്കിൽ സെഡിമെന്ററി റോക്കുകൾ രൂപം കൊള്ളാം. ഓക്കെ, അപ്പൊ ഈ അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്കുകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്, ലെയർ ആയിട്ടാണ്, അതായത് പാളികളായിട്ടാണ് എന്ത് രൂപം കൊള്ളുന്നത്, നമ്മുടെ സെഡിമെന്ററി റോക്കുകൾ രൂപം കൊള്ളുന്നത്. അങ്ങനെ പാളിയായിട്ട് രൂപം കൊള്ളുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, സ്ട്രാറ്റിഫൈഡ് റോക്സ് അഥവാ അടുക്കുശിലകൾ എന്നും വിളിക്കും. അപ്പൊ അടുക്കുശിലകൾ എന്ന് വിളിക്കുന്ന റോക്സ് ഏതാണ്, അത് സെഡിമെന്ററി റോക്കാണ്. അപ്പൊ സെഡിമെന്ററി റോക്ക് നമ്മൾ എന്താ പറഞ്ഞത്, ഇവിടെ ഒരു റോക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന റോക്ക്, ഇവിടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കുന്നതുകൊണ്ട് ഇതിന് വെതറിങ് സംഭവിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിന് വെതറിങ് സംഭവിക്കുന്ന സമയത്ത് ഇതിങ്ങനെ വെതറിങ് സംഭവിച്ച് ഇതിങ്ങനെ പൊട്ടിപ്പൊടിയുന്ന സമയത്ത് ഈ സെഡിമെന്റ്സ് എല്ലാം എന്ത് ചെയ്യും, സെഡിമെന്റ്സ് എല്ലാം ഇങ്ങനെ മണ്ടയിൽ മുകളിൽ വീണ് ഈ അവശിഷ്ടങ്ങൾ മൊത്തം ഇങ്ങനെ മുകളിലോട്ട് വീണ് ഇത് റോക്കായിട്ട് ഫോം ചെയ്യും. ഇങ്ങനെ വീഴുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിൽ എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഫോസിലുകൾ അവിടെ കാണാനുള്ള സാധ്യതയുണ്ടോ, ഫോസിലുകൾ അവിടെ കാണാനുള്ള സാധ്യതയുണ്ട്. സോ ഫോസിലുകൾ കാണപ്പെടുന്ന റോക്കാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ സെഡിമെന്ററി റോക്കുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫോസിലുകളെ പറ്റിയുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, ഇവിടെ എഴുതിയിട്ടുണ്ട്, പാലിയന്റോളജി എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ സെഡിമെന്ററി റോക്കിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, സെഡിമെന്ററി റോക്കിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഈ സെഡിമെന്ററി റോക്സിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മിനറൽസ് ഏതൊക്കെയെന്ന് പഠിച്ചു വെക്കണം. ക്വാർട്സ്, കാൽസൈറ്റ്, കളിമണ്ണ് ഒക്കെ എന്താണ് ഇതിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മിനറൽസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ഓർത്തുകയെ, നമ്മൾ നേരത്തെ പഠിച്ച ഇഗ്നിയസ് റോക്ക് ഉണ്ടല്ലോ, ഇഗ്നിയസ് റോക്ക് എന്ന് പറയുമ്പോൾ ഗ്രാനൈറ്റ് ഒക്കെ നമ്മൾ എക്സാമ്പിൾ പഠിച്ചു. ഗ്രാനൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് എന്ത് തരം റോക്കാണ്, നല്ല കട്ടിയുള്ള റോക്കാണ് അല്ലെ, കട്ടിയുള്ള അത്യാവശ്യം ഹാർഡ് റോക്സ് ആണ്. ഇങ്ങോട്ടേക്ക് വന്നേ, ഈ ഒരു സെഡിമെന്ററി റോക്ക് എന്ന് പറയുമ്പോൾ പൊതുവെ അത് എന്ത് തരം റോക്കുകളാണ്, അത് സോഫ്റ്റ് റോക്കുകളാണ്, മൃദുവായിട്ടുള്ള റോക്കുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പൊട്ടി വരാൻ എളുപ്പമുള്ള റോക്സ് ആണ് അല്ലെ, പെട്ടെന്ന് പൊട്ടി വരുന്ന ടൈപ്പ് റോക്സ് ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സെഡിമെന്ററി റോക്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഈ ശിലാതൈലം എന്നറിയപ്പെടുന്ന വസ്തു എന്താണ്? അത് പെട്രോളിയം ആണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മുടെ സെഡിമെന്ററി റോക്സിനെ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഇഗ്നിയസ് റോക്കിനെ അത് രൂപപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞതുപോലെ സെഡിമെന്ററി റോക്ക് അത് രൂപപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഒന്നാണ് ക്ലാസ്റ്റിക് അവസാദ ശിലകൾ. എന്തായിരിക്കും ക്ലാസ്റ്റിക് അവസാദ ശിലകൾ? ക്ലാസ്റ്റിക് അവസാദ ശിലകൾക്ക് എക്സാമ്പിൾ നോക്കിക്കേ, മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, അതുപോലെ തന്നെ ബെച്ചിയ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ക്ലാസ്റ്റിക് അവസാദ ശിലകൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി ബയോളജിക്കലി രൂപം കൊള്ളുന്ന അവസാദ ശിലകളാണെന്ന് വിചാരിക്കുക. അവിടെ എന്തൊക്കെയുണ്ട്? ചോക്ക്, കൽക്കരി, ചുണ്ണാമ്പ് കല്ലൊക്കെ അവിടെ എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നേരത്തെയും ചുണ്ണാമ്പ് കല്ല് പറഞ്ഞു, ഇവിടെയും ചുണ്ണാമ്പ് കല്ല് പറയുന്നുണ്ടല്ലോ. ചുണ്ണാമ്പ് കല്ല് എന്തുണ്ട്? ഈ 3 ടൈപ്പ് ഓഫ് റോക്സിലും എന്ത് വരുന്നുണ്ട്? ചുണ്ണാമ്പ് കല്ല് വരുന്നുണ്ട്. അതായത് അത് ക്ലാസ്റ്റിക് അവസാദ ശിലകളാണ്, അതുപോലെ തന്നെ ബയോളജിക്കലി ഫോം ചെയ്യുന്ന അവസാദ ശിലകളാണ്, അതുപോലെ തന്നെ രാശീയപരമായി ഏതെങ്കിലും രാസപ്രവർത്തന ഫലമായിട്ട് രൂപം കൊള്ളുന്ന അഗ്നിശിലകൾ, നമ്മുടെ സെഡിമെന്ററി റോക്കുകളാണ് ഇതെന്ന് പറഞ്ഞത്. അപ്പം രാശീയപരമായി രൂപം കൊള്ളുന്ന സെഡിമെന്ററി റോക്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പൊട്ടാഷ്, ഹാലൈറ്റ്, ചേർട്ട്, ചുണ്ണാമ്പ് കല്ലൊക്കെ എന്താണ്? അതിന് എക്സാമ്പിൾ ആണ്. ഇതിൽ മൂന്നിലും എന്തുണ്ട്? മൂന്നിലും ചുണ്ണാമ്പ് കല്ല് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ജിപ്സം എന്തിന് എക്സാമ്പിൾ ആണ്? ജിപ്സം ഒക്കെ നമ്മുടെ ഈ ഒരു കെമിക്കലി ഫോം ചെയ്യുന്ന ഇതിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇവിടെ ഞാനിവിടെ ഒന്ന് സമ്മപ്പ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. മെക്കാനിക്കലി, അതായത് ക്ലാസ്റ്റിക് അവസാദ ശിലകൾ അല്ലെങ്കിൽ മെക്കാനിക്കലി ഫോം ചെയ്യുന്ന അവസാദ ശിലകൾക്ക് എക്സാമ്പിൾ ആണ് സാൻഡ്സ്റ്റോൺ, അതുപോലെ തന്നെ ലൈം സ്റ്റോൺ, ഷെയില്, ലോയേഴ്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഓർഗാനിക്കലി അല്ലെങ്കിൽ ജൈവികപരമായിട്ട് ഫോം ചെയ്യുന്നത് ചോക്ക്, ലൈം സ്റ്റോൺ, കോളൊക്കെ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. കെമിക്കലി ഫോം ചെയ്യുന്നത് ഏതൊക്കെയാണ്? ലൈം സ്റ്റോൺ, പൊട്ടാഷ് ഒക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ആ എക്സാമ്പിൾസ് ആണ് നിങ്ങളിവിടെ പഠിച്ചു വെക്കുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റോക്സിലോട്ടേക്ക് പോകുന്നു. അതാണ് മെറ്റാമോർഫിക് റോക്കുകൾ അഥവാ കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്. രൂപാന്തരം സംഭവിച്ചത് എന്നതാണ് കായാന്തരിതം എന്ന വാക്കും കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഒരു റോക്കിന് രൂപാന്തരം സംഭവിക്കുന്നത്? അതായത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള അടിസ്ഥാന ശിലകളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രൈമറി റോക്സ്, ഇഗ്നിയസ് റോക്ക്. ഈ റോക്കിന് എന്ത് സംഭവിക്കാം? ഇതിപ്പോ ഇഗ്നിയസ് റോക്ക് പല കാരണങ്ങളാൽ, അതായത് ഈ റോക്സിൽ പ്രഷർ അനുഭവപ്പെടുന്നു. ഓക്കെ, PVT എന്ന് നമുക്കിവിടെ ഷോർട്ട് ആക്കിയിട്ട് ഇടാം. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഓക്കെ, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, മർദ്ദം, വ്യാപ്തം, താപം. ഓക്കെ, മർദ്ദം, വ്യാപ്തം, താപം, ഈ വ്യത്യാസങ്ങൾ, ഓക്കെ, ഇവയിലുള്ള വ്യത്യാസങ്ങൾ മൂലം ഉണ്ടാകുന്ന, അതായത് ഒരു റോക്കില് ഒരു അടിസ്ഥാന റോക്ക് അല്ലെങ്കിൽ ഒരു ഇഗ്നിയസ് റോക്കിലെ മർദ്ദത്തിലോ അല്ലെങ്കിൽ മർദ്ദം ആ ഒരു റോക്കിൽ അനുഭവപ്പെടുന്ന മർദ്ദം, വ്യാപ്തം, ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ, താപം, ഇതിലെ വ്യത്യാസങ്ങൾ മൂലം എന്ത് സംഭവിക്കും? ആ റോക്കിന് രൂപമാറ്റം സംഭവിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് റോക്കുകളാണ് മെറ്റാമോർഫിക് റോക്ക് എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. അപ്പൊ ടെക്ടോണിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കും. ടെക്ടോണിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ റോക്സുകൾ, അതായത് നമ്മുടെ എർത്തിന്റെ സർഫേസിൽ ഓൾറെഡി ഇപ്പോൾ ഒരു റോക്ക് ഇരിപ്പുണ്ടെന്ന് വിചാരിക്കും, ഒരു ഇഗ്നിയസ് റോക്ക് ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ പലതരം ടെക്ടോണിക് ആക്ടിവിറ്റീസിന്റെ പ്രവർത്തന ഫലമായിട്ട് ഈ റോക്സുകൾ ചില സമയത്ത് എന്ത് ചെയ്യപ്പെട്ടേക്കാം? നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ, ഇത് എർത്തിന്റെ സർഫേസിലിരിക്കുന്ന റോക്കാണ്. അപ്പൊ ചിലപ്പോൾ പ്ലേറ്റ് ടെക്ടോണിക് ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് ഈ ഒരു റോക്ക് ചിലപ്പം എർത്തിന്റെ സർഫേസിന്റെ ഭൂമിയുടെ ഉൾഭാഗത്തേക്ക് ചിലപ്പം ഇങ്ങനെ താഴ്ന്നു പോയേക്കാം. ഓക്കെ, ഇങ്ങനെ താഴ്ന്നു പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? ഇവിടെ പ്രഷറിൽ ചേഞ്ച് വരും, ടെമ്പറേച്ചറിൽ ചേഞ്ച് വരും, വോളിയത്തിലൊക്കെ ചേഞ്ച് വരും, അല്ലെ? ഇങ്ങനെ ചേഞ്ചസ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? ഇവിടെ എന്ത് സംഭവിക്കാം? മെറ്റാമോർഫിസം സംഭവിക്കാം. ആ ഒരു റോക്കിന് രൂപമാറ്റം സംഭവിക്കാം. ഓക്കെ, അങ്ങനെ പല രീതിയിൽ എന്ത് സംഭവിക്കാറുണ്ട്? കായാന്തരീകരണം സംഭവിക്കാറുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് മാത്രമല്ല ഈ റോക്സിന്റെ ഉള്ളിലൊക്കെ എന്താണ്, റോക്സ് എന്തും കൊണ്ട് നിർമ്മിച്ചതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? മിനറൽ കോമ്പോസിഷൻസ് ഉണ്ട്, അല്ലെ? ഇതിന്റെ ഉള്ളിലൊക്കെ പലതരം ധാതുക്കളുണ്ട്. സോ ഈ റോക്സിൽ ഉൾപ്പെടുന്ന മിനറൽസിന് എന്ത് സംഭവിക്കുന്നു? ഇതിന്റെ ഉള്ളിലുള്ള ഈ തരികളുണ്ടല്ലോ, ഇവയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറ്റങ്ങൾ, അതിന് നമ്മൾ പുനഃപരലീകരണം, റീക്രിസ്റ്റലൈസേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പം അങ്ങനെയും സംഭവിക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഇതിന്റെ ഉള്ളിലെ മിനറൽ കോമ്പോസിഷനിൽ ചേഞ്ചസ് സംഭവിക്കണം. ഇങ്ങനെ ചേഞ്ചസ് സംഭവിക്കുമ്പോഴും എന്ത് സംഭവിക്കാം? അങ്ങനെ ചേഞ്ചസ് സംഭവിക്കുമ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ടേക്ക് മാറില്ലേ? അതായത് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു സാധനം ഇരിക്കുന്നു, ഈ ഒരു സാധനത്തിൽ ഇപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ഇരുന്നത്, ഇതിന്റെ ഉള്ളിലെ സ്ട്രക്ചർ ഇങ്ങനെയായിരുന്നു, അതിന്റെ ഉള്ളിലെ സ്ട്രക്ചർ ഇങ്ങനെ മാറുമ്പോൾ ആ മൊത്തത്തിലുള്ള ഒരു സാധനത്തിന് ഒരു മാറ്റം സംഭവിക്കും, ഒരു രൂപമാറ്റം സംഭവിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്ത് സംഭവിക്കുന്നു? റീക്രിസ്റ്റലൈസേഷന് വിധേയമാകുന്നു. അങ്ങനെ മാറുമ്പോൾ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? മെറ്റാമോർഫിസം സംഭവിക്കുന്നു എന്ന് പറയാം. അപ്പൊ രണ്ട് രീതിയിലാണ് മെറ്റാമോർഫിസം സംഭവിക്കുന്നത്. ഒന്ന് ഡൈനാമിക് മെറ്റാമോർഫിസവും മറ്റൊന്ന് തെർമൽ അല്ലെങ്കിൽ താപീയ കായാന്തരീകരണം. അപ്പൊ എന്താണ് ഇത് രണ്ടെന്ന് നോക്കാം കേട്ടോ.
എന്താണ് ഡൈനാമിക് മെറ്റാമോർഫിസം നോക്കാം. ഡൈനാമിക് മെറ്റാമോർഫിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റോക്കിന്റെ ഉള്ളിൽ നമുക്കറിയാം റോക്കിൽ എന്തുണ്ട്, അതിന്റെ ഉള്ളിലെ മിനറൽസ് ഉണ്ട്, അതിലുള്ള തനതായിട്ടുള്ള ധാതുക്കൾ ഉണ്ട്, മിനറൽസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതില് പ്രത്യേകിച്ച് കെമിക്കലി ഒരു ചേഞ്ചും വരുന്നില്ല. കെമിക്കലി ചേഞ്ച് ഒന്നും വരാതെ ഇതിലുള്ള ധാതുക്കൾ എന്ത് ചെയ്യാണ്, ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇപ്പൊ ഹൈ പ്രഷർ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാരണമോ ടെമ്പറേച്ചറിന്റെ ഇൻഫ്ലുവൻസ് കാരണം എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാരണം ഇതിന്റെ ഉള്ളിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നു, അമങ്ങി പൊട്ടി അല്ലെങ്കിൽ അത് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ അമങ്ങി പോവുകയോ അല്ലെങ്കിൽ അത് പൊട്ടി പോവുകയോ ഒക്കെ ചെയ്താൽ സെപ്പറേറ്റഡ് ആയി പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഡൈനാമിക് മെറ്റാമോർഫിസം എന്ന് വിളിക്കാം. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ വഴി ഇതിന്റെ ഉള്ളിലെ മിനറൽസിന് എന്ത് സംഭവിക്കാം, ഇതിന്റെ ഉള്ളിലെ പദാർത്ഥങ്ങൾക്ക് എന്ത് സംഭവിക്കാം, രൂപമാറ്റം സംഭവിക്കാം. അങ്ങനെ രൂപമാറ്റം സംഭവിച്ചിട്ട് അവിടെ റീക്രിസ്റ്റലൈസേഷൻ ഉണ്ടാകുന്നു. സോ ഇത്തരത്തിൽ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, നമ്മൾ ഡൈനാമിക് മെറ്റാമോർഫിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡൈനാമിക് മെറ്റാമോർഫിസത്തിനെ തന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പൊ ആദ്യം നമ്മൾ ഡൈനാമിക് മെറ്റാമോർഫിസത്തിന്റെ കാര്യം പറഞ്ഞു. ഡൈനാമിക് മെറ്റാമോർഫിസത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഡൈനാമിക് മെറ്റാമോർഫിസുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞത് ഇതിന്റെ ഉള്ളിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന ധാതുക്കൾക്ക് എന്ത് സംഭവിക്കാം, ഇങ്ങനെ പൊട്ടി അമങ്ങി പോവുകയോ അല്ലെങ്കിൽ അതിൽ റീക്രിസ്റ്റലൈസേഷൻ ഒക്കെ സംഭവിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മെറ്റാമോർഫിസം ഏതാണ്, നമ്മുടെ താപീയ കായാന്തരീകരണമാണ് അല്ലെങ്കിൽ തെർമൽ എന്താണ് നമ്മുടെ രണ്ടാമത്തെ തെർമൽ മെറ്റാമോർഫിസം ആണ്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് തെർമൽ മെറ്റാമോർഫിസം എന്താണെന്നാണ്. തെർമൽ മെറ്റാമോർഫിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കെമിക്കൽ ചേഞ്ചസ് ആയിരിക്കും നടക്കുന്നത്. മറ്റിടത്ത് എന്ത് സംഭവിക്കുന്നില്ല, ഡൈനാമിക്കിൽ എന്ത് സംഭവിക്കുന്നില്ല, കെമിക്കലി ഉള്ള ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഇപ്പൊ പ്രഷർ ചേഞ്ചസ് കാരണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചേഞ്ചസ് കാരണമായിരിക്കാം എന്തുണ്ടാവുന്നത്, അതിന്റെ ഉള്ളിലെ മിനറൽസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറിപ്പോകുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇവിടെ താപീയ കായാന്തരീകരണം അല്ലെങ്കിൽ തെർമൽ മെറ്റാമോർഫിസത്തിലോട്ടേക്ക് വരുമ്പോൾ ഇതില് കെമിക്കലി എന്തെങ്കിലും ചേഞ്ചസ്, അതായത് കെമിക്കലി എന്തെങ്കിലും രാസപരമായിട്ടാണ് ഇത് രൂപമാറ്റം സംഭവിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് തെർമൽ മെറ്റാമോർഫിസം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ഈ തെർമൽ മെറ്റാമോർഫിസം തന്നെ രണ്ട് തരത്തിലുണ്ട്. അതിലൊന്നാണ് കോണ്ടാക്ട് മെറ്റാമോർഫിസം അല്ലെങ്കിൽ സമ്പർക്ക കായാന്തരീകരണം. രണ്ടാമത്തേതാണ് റീജിയണൽ മെറ്റാമോർഫിസം അല്ലെങ്കിൽ പ്രാദേശിക കായാന്തരീകരണം. അപ്പൊ എന്താണ് കോണ്ടാക്ട് മെറ്റാമോർഫിസം നമുക്ക് അല്ലെങ്കിൽ സമ്പർക്ക കായാന്തരീകരണം നമുക്ക് നോക്കിക്കേ നിങ്ങൾ. ഇത് നമ്മുടെ എർത്തിന്റെ സർഫേസ്, ഓക്കെ, നമ്മുടെ ഭൂമിയുടെ ഉപരിതലം. അപ്പൊ ഭൂമിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഭൂമിന്റെ ഉള്ളിൽ നമുക്കറിയാം, ഭൂമിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ നമുക്ക് മാഗ്മ ഉണ്ട് എന്നറിയാം. ഈ മാഗ്മ നല്ല ചൂടുള്ളതാണെന്ന് അറിയാം അല്ലെ. അപ്പം ഈ ഭൂമിന്റെ ഉള്ളിലുള്ള ഈ ചൂടുള്ള മാഗ്മ എന്ത് ചെയ്യുന്നു, ഈ ചൂടുള്ള മാഗ്മ നമ്മുടെ ഭൂമിന്റെ സർഫേസിലുള്ള ഭൂമിന്റെ സർഫേസിലുള്ള റോക്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു. ഓക്കെ, ഭൂമിന്റെ സർഫേസിലുള്ള റോക്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു. ഇങ്ങനെ സർഫേസിലുള്ള റോക്സുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഹൈ ടെമ്പറേച്ചർ ആണ് അല്ലെ, നല്ല ചൂടുണ്ട്. അപ്പൊ ടെമ്പറേച്ചറിൽ ചേഞ്ച്, അതായത് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുകയാണ്. അതായത് സർഫേസിലുള്ള ഈ റോക്കുകളും ഈ ഭൂമിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ മാഗ്മയും ഈ ചൂടുള്ള മാഗ്മയും ഇതെന്ത് ചെയ്യുന്നു, ഇവർ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്നു. ഇവർ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ടെമ്പറേച്ചർ കൂടുതലാണല്ലോ. അപ്പൊ അവിടെ ടെമ്പറേച്ചറിൽ ചേഞ്ചസ് വന്നല്ലേ. അപ്പൊ അങ്ങനെ ഈ ഒരു ടെമ്പറേച്ചറിൽ വരുന്ന ചേഞ്ചസ് കാരണം ഈ ഭൂമിന്റെ, അതായത് ഈ സർഫേസിന്റെ ഇവിടെ ഇരിക്കുന്ന ഈ റോക്സിന്റെ ഉള്ളിലെ മിനറൽ കോമ്പോസിഷൻ എന്ത് സംഭവിക്കും, ചേഞ്ചസ് സംഭവിക്കും, അല്ലെങ്കിൽ ഇതിൽ റീക്രിസ്റ്റലൈസേഷൻ സംഭവിക്കും. അങ്ങനെ അതായത് ഇവർ തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നപ്പോഴാണ് ഈ ഒരു റീക്രിസ്റ്റലൈസേഷൻ സംഭവിച്ചത്. അപ്പൊ ഇത്തരത്തിൽ റീക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്നതിന് നമുക്ക് കോണ്ടാക്ട് മെറ്റാമോർഫിസം അല്ലെങ്കിൽ സമ്പർക്ക കായാന്തരീകരണം എന്ന് പറയാം. അപ്പൊ എന്തായിരിക്കും പ്രാദേശിക കായാന്തരീകരണം അല്ലെങ്കിൽ റീജിയണൽ മെറ്റാമോർഫിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റീജിയണൽ മെറ്റാമോർഫിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ടെക്ടോണിക് ആക്ടിവിറ്റീസ് നടക്കുകയാണ്. അപ്പൊ ടെക്ടോണിക് ആക്ടിവിറ്റീസിന്റെ ആഫ്റ്റർ എഫക്ട്, ടെക്ടോണിക് ആക്ടിവിറ്റീസിന്റെ റിസൾട്ടിൽ നമുക്ക് ടെമ്പറേച്ചറോ ടെമ്പറേച്ചർ കൂടുകയോ അല്ലെങ്കിൽ പ്രഷർ കൂടുകയോ അല്ലെങ്കിൽ ഇത് രണ്ടും എന്ത് ചെയ്യുന്നു, ഇത് രണ്ടും കൂടിയിട്ട് ഇവയ്ക്ക് രണ്ടു പേർക്കും ഇത് രണ്ടും ഒന്നെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നു അല്ലെങ്കിൽ പ്രഷർ കൂടുന്നു അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒന്നിച്ചു കൂടുന്നു. ഇങ്ങനെ കൂടുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ റോക്സിന്റെ ഉള്ളിലെ കോമ്പോസിഷൻ അല്ലെങ്കിൽ അതിൽ റീക്രിസ്റ്റലൈസേഷൻ സംഭവിക്കാം. അങ്ങനെ റീക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുമ്പോൾ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം, റീജിയണൽ മെറ്റാമോർഫിസം എന്ന് വിളിക്കാം. അപ്പൊ അതെവിടെയാണ് നടക്കുന്നത്, അതായത്
അതായത് ഈ ടെക്ടോണിക് മൂവ്മെന്റ്സ് നടക്കുന്ന ഭാഗങ്ങളിലായിരിക്കും ഇത് നടക്കുക. ഓക്കെ, അപ്പം ഈ ഒരു ടെക്ടോണിക് മൂവ്മെന്റ്സ് നടക്കുന്ന ഇടങ്ങളിൽ, അങ്ങനെയുള്ള റീജിയൻസിൽ എന്ത് സംഭവിക്കുന്നു? ഈ ടെക്ടോണിക് മൂവ്മെന്റ്സ് നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ ഹൈ ആവുകയോ അല്ലെങ്കിൽ മർദ്ദം ഹൈ ആവുകയോ അല്ലെങ്കിൽ ടെമ്പറേച്ചറും മർദ്ദവും ഹൈ ആവുന്ന സിറ്റുവേഷൻസിൽ എന്ത് സംഭവിക്കാം? റോക്സിന് റീക്രിസ്റ്റലൈസേഷൻ സംഭവിക്കാം. അങ്ങനെ റീക്രിസ്റ്റലൈസേഷൻ സംഭവിച്ച് അവിടെ ഉണ്ടാകുന്ന റോക്സിനെയാണ് നമ്മൾ അവിടെ ഉണ്ടാകുന്ന മെറ്റാമോർഫിക് റോക്സിനെയാണ് നമ്മൾ പ്രാദേശിക കായാന്തരീകരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്തരത്തില് റീക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഉള്ളിലെ മിനറൽ കോമ്പോസിഷന് വ്യത്യാസം വരും അല്ലെ. ഇതിലെ മിനറൽ കോമ്പോസിഷന് വ്യത്യാസം വരും. അപ്പൊ ഈ മിനറൽസ് എന്ത് ചെയ്യാം? ഈ മിനറൽസ് ഇങ്ങനെ പാളികളായിട്ട് എന്ത് ചെയ്യാം? പാളികളായിട്ട് ഇങ്ങനെ വരാം. സോ ഇങ്ങനെ പാളിയായിട്ട് വരുന്നതിന് നമുക്ക് എന്ത് പറയാം? ഇങ്ങനെ, അതായത് ഈ ഒരു റീക്രിസ്റ്റലൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു മെറ്റാമോർഫിസം സംഭവിക്കുന്നത് വഴിയാണ് ഈ റോക്സിൽ അടങ്ങിയിരിക്കുന്ന ഈ ധാതുക്കൾ അല്ലെങ്കിൽ ഈ മിനറൽസ് ഇങ്ങനെ പാളിയായിട്ട് മാറുന്നത്. സോ അങ്ങനെ മാറുന്നതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ലീനിയേഷൻ, ഫോളിയേഷൻ എന്നൊക്കെ നമ്മൾ അതിനെ, അടരുകൾ എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ചില കല്ലുകളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പല കളറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പണ്ട് കളിക്കാനൊക്കെ പോകുമ്പോൾ ഈ ചില കല്ലുകൾ നമ്മുടെ കയ്യിൽ കിട്ടും അല്ലെ. അതിലിങ്ങനെ ഒരു ലൈറ്റ് ഷെയ്ഡിൽ ലൈറ്റ് റെഡ് കളർ, അതിന്റെ അടിയിൽ ലൈറ്റ് യെല്ലോ കളർ, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങനത്തെ കല്ലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ അതൊക്കെ ആക്ച്വലി ഈ ലീനിയേഷൻ, ഫോലിയേഷൻ ഒക്കെയാണ്. നമുക്ക് അതിൻ്റെ ഉള്ള മിനറൽസ് ആണ് അങ്ങനെ അടങ്ങിയാണ് പല കളറിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് ഇവിടെ ലീനിയേഷൻ ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ അടരുകൾ പോലെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെ അടരുകൾ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. സോ ഫോലിയേഷൻ സംഭവിച്ചതാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ അതുപോലെ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് ലീനിയേഷൻ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ മെറ്റാമോർഫിസം പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഗ്രാനൈറ്റ് റോക്ക്. ഓക്കെ, ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇഗ്നിയസ് റോക്ക് ആണ് അല്ലെ. ഈ ഗ്രാനൈറ്റ് എന്നുള്ള ഇഗ്നിയസ് റോക്കില് പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് കൂടുതലാണ്. ഓക്കെ, അവിടെ പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് കാരണം അതിന് ഗ്രാനൈറ്റിൽ പ്രഷറിന്റെ, അതായത് നമ്മൾ മെറ്റാമോർഫിസം പഠിക്കുമ്പോൾ എപ്പോഴും പറഞ്ഞു പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, ഇതിൽ മൂന്നെണ്ണത്തിൽ വരുന്ന ഏതെങ്കിലും ചേഞ്ചസ് ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നല്ലോ. അപ്പൊ ഗ്രാനൈറ്റിൽ പ്രഷറിൽ വരുന്ന ചേഞ്ചസ് കാരണം ഗ്രാനൈറ്റ് റോക്കിന് മെറ്റാമോർഫിസം സംഭവിച്ചിട്ട് അത് എന്ത് റോക്കായിട്ട് മാറും? നീസിസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഗ്രാനൈറ്റിന് മെറ്റാമോർഫിസം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് നീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലേ ആൻഡ് ഷെയിൽ ആണ്. ക്ലേക്കും ഷെയിലിനും പ്രഷറിന്റെ വ്യത്യാസം കാരണം അവയ്ക്ക് രൂപമാറ്റം സംഭവിച്ച് ഉണ്ടാകുന്ന മെറ്റാമോർഫിക് റോക്ക് ആണ് ഷിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലേ ഷിസ്റ്റ് ആകുന്നു അല്ലെങ്കിൽ ഷെയിൽ ഷിസ്റ്റ് ആകുന്നു നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അത് സാൻഡ്സ്റ്റോൺ ആണ്. സാൻഡ്സ്റ്റോണിൽ ടെമ്പറേച്ചറിൽ വരുന്ന ചേഞ്ച് കാരണം സാൻഡ്സ്റ്റോൺ എന്തായിട്ട് മാറാം? ക്വാർട്സൈറ്റ് ആയിട്ട് മാറാം. ഓക്കെ, സാൻഡ്സ്റ്റോൺ ക്വാർട്സൈറ്റ് ആയിട്ട് മാറാം. ഓക്കെ, അപ്പം ക്ലേ ആൻഡ് ഷെയിൽ പ്രഷറിലാണ്, അതായത് ക്ലേ ഓർ ഷെയിലൊക്കെ പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് കാരണമാണെങ്കിൽ അത് ഷിസ്റ്റ് ആകുന്നു. ഇനി ക്ലേ ഷെയിലില് ഹീറ്റിന്റെ ഇൻഫ്ലുവൻസ് കാരണമാണെങ്കിൽ അത് ആദ്യം സ്ലേറ്റും പിന്നീട് ഫ്ലൈറ്റും ആകുന്നു. ദെൻ കോളിന് ഹീറ്റിൽ ഇൻഫ്ലുവൻസ് വരുമ്പോൾ അതാകുന്നത് എന്താണ്? ആന്ത്രാസൈറ്റ് ആണ്. ഓക്കെ, കോൾ ആന്ത്രാസൈറ്റ് ആണ്. ലൈംസ്റ്റോൺ എന്തായിട്ട് മാറുന്നു? മാർബിൾ ആയിട്ട് മാറുന്നു. സോ ഇതൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. പ്രീവിയസ് ഇയറിൽ ഇതൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളത് റോക്ക് സൈക്കിളിനെ പറ്റിയിട്ടാണ്. റോക്ക് സൈക്കിൾ എന്ന് വെച്ചാൽ നമുക്കറിയാം ഓൾറെഡി ഇരിക്കുന്ന ഒരു, അതായത് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആദ്യം നമ്മുടെ ഇഗ്നിയസ് റോക്ക് ഉണ്ടാകുന്നു. ഇഗ്നിയസ് റോക്ക് തന്നെയാണ് മറ്റു റോക്സുകളെല്ലാം ആയിട്ട് മാറുന്നത് അല്ലെ. ഇഗ്നിയസ് റോക്ക് എന്താകും? സെഡിമെന്ററി റോക്ക് ആകും. ഇഗ്നിയസ് റോക്ക് തന്നെ മെറ്റാമോർഫിക് റോക്സ് ആയിട്ട് മാറാം. അങ്ങനെ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്കിന് മെറ്റാമോർഫിക് റോക്ക് ആയിട്ട് മാറാം. ഇതിങ്ങനെ എന്താണ് സൈക്കിൾ പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ റോക്ക് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇഗ്നിയസ് റോക്കിന് വെതറിങ്ങും ഇറോഷനും സംഭവിക്കുമ്പോൾ അതെന്തായിട്ട് മാറും? സെഡിമെന്ററി റോക്ക് ആയിട്ട് മാറും. ഇഗ്നിയസ് റോക്കിന് വെതറിങ്ങും ഇറോഷനും സംഭവിക്കുമ്പോൾ അത് സെഡിമെന്റ് ആയിട്ട് മാറും അല്ലെ. അതായത് ഓൾറെഡി ഇരിക്കുന്ന ഒരു ഇഗ്നിയസ് റോക്ക്, അതിൽ വെതറിങ്ങോ അല്ലെങ്കിൽ ഇറോഷനോ സംഭവിച്ചു, അത് പൊട്ടിപ്പൊടിഞ്ഞ് എന്തായിട്ട് മാറും? സെഡിമെന്റ്സ് ആയിട്ട് മാറും. ഈ സെഡിമെന്റ് പിന്നീട് എന്താകും? ഈ സെഡിമെന്റുകൾ എല്ലാം കൂടി കൂടിച്ചേർന്ന് അല്ലെങ്കിൽ ലിത്തിഫിക്കേഷൻ സംഭവിച്ചിട്ട് അത് എന്തായിട്ട് മാറും? സെഡിമെന്ററി റോക്കുകളായിട്ട് മാറും. ഇനി ഈ സെഡിമെന്ററി റോക്കിന് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ഇതിൽ ഏതെങ്കിലും ഒരു വ്യത്യാസം മൂലം മെറ്റാമോർഫിസം സംഭവിക്കും. അങ്ങനെ മെറ്റാമോർഫിസം സംഭവിച്ചു കഴിയുമ്പോൾ അത് എന്ത് റോക്കായിട്ട് മാറും? മെറ്റാമോർഫിക് റോക്കായിട്ട് മാറും.
ഓക്കെ. ഇനി ഈ മെറ്റാമോർഫിക് റോക്ക് എന്താകും? മെൽറ്റ് ചെയ്യും. ഓക്കെ, ഇത് മെൽറ്റ് ചെയ്തിട്ട് ഇത് മാഗ്മയായി മാറും. ഈ മാഗ്മ പിന്നീട് എന്ത് സംഭവിക്കും? മാഗ്മ സോൾഡിഫൈഡ് ചെയ്യും അല്ലെ, അല്ലെ തണുത്തുറയും. അങ്ങനെ തണുത്തുറയുമ്പോൾ എന്തായിട്ട് മാറും? ഇഗ്നിയസ് റോക്ക് ആയിട്ട് മാറും. ഇതിങ്ങനെ എന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇഗ്നിയസ് റോക്കിന് വെദറിംഗ് ആൻഡ് ഇറോഷൻ സംഭവിക്കുമ്പോൾ സെഡിമെന്റ്സ് ആകുന്നു. സെഡിമെന്റ്സിൽ ലിത്തിഫിക്കേഷൻ സംഭവിക്കുമ്പോൾ സെഡിമെന്ററി റോക്ക് ആകുന്നു. സെഡിമെന്ററി റോക്കിന് മെറ്റാമോർഫിസ് സംഭവിക്കുമ്പോൾ അത് മെറ്റാമോർഫിക് റോക്ക് ആകുന്നു. മെറ്റാമോർഫിക് റോക്സിന് മെൽറ്റിംഗ് സംഭവിക്കുമ്പോൾ മാഗ്മയാകുന്നു. മാഗ്മ സോൾഡിഫൈഡ് ചെയ്തിട്ട് ഇഗ്നിയസ് റോക്ക് ആകും. എന്ന് പറഞ്ഞതുപോലെ ഇത് നേരെ തിരിച്ചും ഇഗ്നിയസ് റോക്കിന് എന്തും ആകാം? ഇഗ്നിയസ് റോക്കിന് നമ്മുടെ മെറ്റാമോർഫിസത്തിലൂടെ മെറ്റാമോർഫിക് റോക്കുകളും ആകാൻ വേണ്ടി സാധിക്കും. സോ അപ്പൊ ഇഗ്നിയസ് റോക്ക് ഏത് റോക്കുമായിട്ട് മാറുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ അതാണ് മെയിൻ ആയിട്ട് റോക്സുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് റോക്സ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. ഓരോ ടൈപ്പ് ഓഫ് റോക്സും അതിന്റെ എക്സാമ്പിൾസും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്നുള്ള ഒരു 2 ക്വസ്റ്റ്യനും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു ചോദ്യത്തിൽ ഓൾറെഡി ക്വസ്റ്റ്യൻ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ സെഡിമെന്ററി റോക്കുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നുള്ളതായിരുന്നു. ദേ കണ്ടെയ്ൻ ഫോസിൽസ് ആൻഡ് റെമിനൻസ് എന്നുള്ളത് ശരിയാണ് അല്ലേ? നമുക്കറിയാം ഫോസിൽസ് അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അത് ദീസ് റോക്സ് ആർ വെരി സോഫ്റ്റ്. നമ്മൾ പറഞ്ഞു സെഡിമെന്ററി റോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള റോക്കുകളാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ദേ ആർ മെയ്ഡ് ഓഫ് മെനി ലെയേഴ്സ്. ലെയർ ആയിട്ടാണ്, അടുക്ക് ശിലകൾ എന്നാണ് സെഡിമെന്ററി റോക്ക് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ചോദ്യം നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് റോക്ക് ഇസ് കോൾഡ് പ്രൈമറി റോക്ക്? പ്രൈമറി റോക്ക് എന്നറിയപ്പെടുന്ന റോക്ക് ഏതാ? ഓപ്ഷൻ സി ആണ്, ഇഗ്നിയസ് റോക്ക് ആണ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് ഇൻകറക്ട്ലി മാച്ച്ഡ്? താഴെ തന്നിരിക്കുന്ന പെയേഴ്സിൽ ഇൻകറക്ട്ലി മാച്ച് ചെയ്തേക്കുന്ന ഏതെന്നാണ്? അപ്പൊ മെറ്റാമോർഫിസം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, ആദ്യത്തത് മാത്രം ഞാൻ പറയാം. ഗ്രാനൈറ്റ് നീസ്, അത് കറക്റ്റ് ആണ് അല്ലെ? ഗ്രാനൈറ്റിന് മെറ്റാമോർഫിസം സംഭവിച്ച് നീസ് ആകുന്നുണ്ട്. ഓക്കെ, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾ ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം അത് ആൻസർ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ഞാൻ കമന്റിൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് റോക്സ് എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ആ ഒരു ടോപ്പിക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൂടി ഒന്ന് പരിഗണനയിൽപ്പെടുത്തുക. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്